ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പറഞ്ഞു നമ്മുടെ 2024 കഴിയാറായി. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് 2025 ആയില്ലേ. എത്ര പെട്ടെന്ന് ആ മാസങ്ങളും ദിവസങ്ങളും എല്ലാം കടന്നു വന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് 2025 പ്രിപ്പറേഷൻ നോക്കാം. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ 2025 കലണ്ടറാണ് ഉണ്ടാക്കാൻ പോണത്. സോ ആദ്യം ഞാൻ സ്കെച്ച് ബുക്കിൽ കുറച്ച് ജാസ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആർട്ട് ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതെൻ്റെ 9th സ്റ്റാൻഡേർഡത്തെ ഡ്രോയിങ് ബുക്കായിരുന്നു. അപ്പം ഞാൻ വരച്ച് കുറച്ച് പിക്ചേഴ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഓൾറെഡി ജാസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. എല്ലാം സെയിം അളവിലായിരിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അങ്ങനെ 12 ജാസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2025 കലണ്ടർ നോക്കിയിട്ട് നമുക്ക് ഓരോ മന്ത്സും എഴുതി കൊടുക്കാം. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ആ മന്തേ മാറിപ്പോവും, ആ ദിവസേ മാറിപ്പോവും. അപ്പോൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധയോടെ എല്ലാം ചെയ്യുക. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കലണ്ടർ ഉണ്ടാക്കേണ്ട പകുതി പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെയിം ഡ്രോയിങ് ഷീറ്റിൽ കുറച്ച് റാൻഡം ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം സെയിം ഫ്ലവർ തന്നെ വരയ്ക്കാം. ഞാൻ ഓരോ മന്തിനും ഓരോ ഫ്ലവേഴ്സാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെയിം ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. വരയ്ക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ. അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോന്ന് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവേഴ്സും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എൻഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എന്തിനാന്ന് വെച്ചാൽ, ഇവിടെയാണ് ഗമ്മൊക്കെ തേച്ചിട്ട് ആ കലണ്ടറിൽ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സും ഓരോ മന്ത്സിനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഡിഫറെൻറ്റ് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒന്ന് ലെഫ്റ്റിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ അടുത്തത് റൈറ്റിൽ ഒട്ടിക്കുക, പിന്നെ സെൻറ്ററിൽ ഒട്ടിക്കുക, അങ്ങനെ റാൻഡമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആൻഡ് ഫൈനലി നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കലണ്ടറൊക്കെ ഉണ്ടാക്കണത് തന്നെ. ഈ ചാനൽ തുടങ്ങിയ ശേഷം ഓരോ സംഭവം ഉണ്ടാക്കി നോക്കണത്. കാണാറുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കലണ്ടറെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് വയ്ക്കാൻ സ്റ്റാൻഡൊക്കെ വേണ്ടേ. അപ്പം സ്റ്റാൻഡിനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സംഭവമാണ് തെർമോക്കോൾ വെച്ചിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന്. ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ റെഫർ ചെയ്ത സമയത്ത് അവരൊക്കെ ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇങ്ങനത്തെ സ്റ്റാൻഡെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് അത് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് തെർമോക്കോൾ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കുഞ്ഞു പീസ് തെർമോക്കോൾ എടുക്കുക. എന്നിട്ട് ഈ ഒരു തെർമോക്കോളിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മറ്റേ സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇത് കവർ ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് ഒരു പണിയും തന്നെയില്ല. ഞാനൊരു A4 ഷീറ്റിൽ സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തെർമോക്കോൾ ഒന്ന് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ എഡ്ജസിലും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാന്ന് പറഞ്ഞാൽ സെല്ലോ ടേപ്പ് ആയാലും മതി. കവർ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അത് ഫ്രണ്ടിലോട്ട് വരണ പോലെ ഇതാക്കണം. അങ്ങനെ കവറെല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മിഡിൽ പോർഷൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റാൻഡും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെന്തോ ഭയങ്കര സിമ്പിൾ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഡെക്കറേഷനായിട്ട് കുറച്ച് ബോസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കലണ്ടർ ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ കലണ്ടർ നമുക്ക് ഡെസ്റ്റക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോ മാസം കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് മാറ്റാം. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ജാനുവരി മന്തിന് 2 ഡേറ്റ്സ് ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും മാനസിൻ്റെയും ബർത്ത്ഡേ ആണ്. അവളുടെ ബർത്ത്ഡേ 18th എൻ്റെ ബർത്ത്ഡേ 24th ആണ്. ജസ്റ്റ് 1 വീക്ക് ഡിഫറൻസേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് ഒക്കെ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും കലണ്ടർ മേക്കിംഗ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക.